വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. പട്ടാളത്തിന് വട്ടളകി 10 പൈസ കയ്യിലെടുക്കാനുമില്ല. നാടാകെ നാട് മുഴുവൻ കടവും. എന്നാലും അച്ഛനും മകനും നാട് മുഴുവൻ വെട്ടിപ്പിടിക്കുകയും വേണം. അതെ, അമ്മാവനും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ അടിച്ച് തീർത്തോളണം. വേണ്ട, നമുക്ക് തമ്മിൽ തല്ലി തീർക്കാം. ഒന്നുമല്ലല്ലോ, സ്വന്തം പെങ്ങളുടെ മോനല്ലേ, ക്ഷമിച്ചേക്ക്. ഒന്ന് വിടറോ, വാടാ ഇങ്ങോട്ട്. ഇനി ആരെ തല്ലിക്കൊല്ലാനാടാ ഈ ഇരുമ്പുപടി? ഇത് ഇരുമ്പുപടിയല്ല, ബൈക്കിന്റെ ക്രാഷ് കാർഡാ. വരുന്ന വഴിക്ക് ബൈക്കിൽ നിന്ന് ഊരി വീണതാ. ഞാൻ പേടിച്ചു പോയി. ദാസപ്പൻ ചിറ്റപ്പനെ കൊണ്ടുവരുന്ന ഈ വഴിക്കാണോ അതോ ഈ വഴിക്കാണോ? ഈ വഴിക്കാണല്ലേ? എന്നാ നീ മാറിക്കോ. ഒന്ന് മാറിയേ. ഗുരുത്തം കെട്ടവനെ, നിനക്ക് ഈ വഴിക്കാന്ന് പറയാൻ പാടില്ലായിരുന്നു. എങ്കിൽ അവൻ ഈ വഴിക്ക് പോവുകയും പൊതിരെ തല്ലും കിട്ടിയേനെ. നീ മുത്താടാ, വലുതാവുമ്പോ നിന്നെ ഞാൻ പട്ടാളത്തിൽ ചേർക്കാം. വെറും ദാസപ്പനല്ല, ബ്ലേഡ് ദാസപ്പൻ. ഇനി പറ, ശിവൻകുട്ടി എവിടെ? അതെ, ഞാൻ അവന്റെ ചിറ്റപ്പനായതുകൊണ്ട് പറയല്ല, ശിവൻകുട്ടി വീട്ടിലില്ല. 3 ദിവസമായി ഒളപ്പമണ്ണേലുള്ള അവന്റെ വല്യച്ഛന്റെ വീട്ടില്. സത്യ എന്റെ മക്കളാണ് സത്യ. അതിന് താൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അത് പിന്നെ ആളുകൾ അങ്ങനെയല്ലേ പറയാറ്. സത്യ ഈ പി സുരേഷ് കള്ളം പറയാറില്ല. പിന്നെ വെറുതെ നമ്മൾ അവന്റെ വീട് വരെ പോകേണ്ട കാര്യമുണ്ടോ?